നമസ്കാരം. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് തമിഴക വെട്രി കഴകം പ്രസിഡന്റും നടനുമായ വിജയ് രംഗത്തെത്തിയത് ഇന്നലെയായിരുന്നു. എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് വിജയ് തന്റെ അഭിനന്ദനം രാഹുൽ ഗാന്ധിയെ അറിയിച്ചത്. ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷ നേതാവായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങൾക്ക് കഴിയട്ടെ എന്നായിരുന്നു വിജയ് പങ്കുവച്ച ആശംസാ സന്ദേശം. പിന്നാലെ താരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുന്നത്. ഇത് നമ്മുടെ കൂട്ടായ ലക്ഷ്യവും കടമയുമാണ് എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. വിജയെ കൂടാതെ കമൽഹാസനും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിൽ പോലും വിജയുടെ ആശംസാ സന്ദേശം, അതിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി, ഇതൊക്കെ തമിഴകത്ത് ചില പുതിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വിജയുടെ പാർട്ടി ഒരിക്കലും DMKക്കോ AADMKക്കോ ഒപ്പം പോകില്ല എന്നുറപ്പാണ്. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം, വിജയകാന്തിന്റെ DMDK, PMK തമിഴ് മാനില കോൺഗ്രസ് എന്നിവരെ ഒപ്പം ചേർത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു സഖ്യ പരീക്ഷണത്തിന് വിജയ് ശ്രമിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. പ്രാദേശിക പാർട്ടികളുടെ മാത്രം നിഴലായി ദ്രാവിഡ മണ്ണിൽ അവശേഷിക്കുന്ന ദേശീയ പാർട്ടികളെ സംബന്ധിച്ച് ഈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സുവർണ അവസരം തന്നെയാണ്, വിശേഷിച്ചും കോൺഗ്രസിന്. കാരണം DMKയുടെ ചൊൽപ്പടിക്ക് നിന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. വിജയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ഒരു പരീക്ഷണത്തിന് മുതിർന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിന് നേട്ടം കൊയ്യാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ കരുതലോടെ മാത്രമേ കോൺഗ്രസിന് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും കരുത്തൻ എന്ന് പറയുന്നത് DMK തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തരാകാൻ വേണ്ടി സഖ്യമര്യാദകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ DMKയെ ഒപ്പം കൂട്ടാൻ കാത്തിരിക്കുന്ന NDAക്ക് ആ അവസരം മുതലാക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്നും വരും. DMK പൊളിക്കുക മാത്രമാണ് വിജയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. DMK പിണക്കിയാൽ ദേശീയ തലത്തിൽ തിരിച്ചടി ഉണ്ടായേക്കും. സംസ്ഥാനത്ത് ചുവടുറപ്പിക്കണമെങ്കിൽ DMKയോട് അകലം പാലിക്കുക വേണം താനും. ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നിലപാടെടുക്കാൻ പോകുക എന്ന കാര്യം വളരെയധികം അഭ്യൂഹങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് തമിഴകത്ത് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഈ വിജയുടെ പാർട്ടി കോൺഗ്രസിനൊപ്പം നിൽക്കുമോ, അത് മറ്റൊരു മുന്നണിയായി രൂപ പ്രാപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.